മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അധിക സഹായത്തിനായി കേരളം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രചരിക്കുന്നു. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക്. ഓരോ മൃതദേഹവും സംസ്കരിക്കാൻ 75,000 രൂപ വീതം ചെലവ്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടി ചെലവ്. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്ന് റവന്യൂ മന്ത്രി. നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ അതിജാഗ്രത. യുവാവിന്റെ ബംഗളൂരുവിലെ സഹപാഠികളും നിരീക്ഷണത്തിൽ. നിപ്പ ലക്ഷണങ്ങൾ കണ്ട 10 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച സ്കൂട്ടർ യാത്രിക മരിച്ചതിൽ അറസ്റ്റ്. അജ്മലും ഡോക്ടർ ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വ നരഹത്യയ്ക്ക് കേസ്. ഇരുവരും മദ്യപിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണം. അജ്മൽ വഞ്ചന, ചന്ദനക്കടത്ത് അടക്കമുള്ള കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. മലയാള ചലച്ചിത്ര സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിന് ആഷിഖ് അബു അടക്കമുള്ളവർ ശ്രമം ആരംഭിച്ചു. സംഘടനയ്ക്കുള്ള ആലോചനാ യോഗം വിളിച്ച് 6 പേർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വകാര്യത അന്വേഷണ സംഘവും ഒരു വാർത്താ ചാനലും ലംഘിക്കുന്നുവെന്ന് WCC. വാർത്താ ഇടപെടലിൽ സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതി നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് WCC. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കകമെന്ന് ആം ആദ്മി. അതീഷി മർലേനയ്ക്ക് ആദ്യ പരിഗണന. കെജ്രിവാൾ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ്. പുതിയ മുഖ്യമന്ത്രിക്കായി ഡൽഹിയിൽ ചർച്ചകൾ സജീവം.